ഓക്കെ. അപ്പോൾ പല കൂട്ടുകാരും ചോദിക്കുന്ന ഒരു സംശയമാണ്, നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെയും റിവാലുവേഷൻ്റെയൊക്കെ റിസൾട്ട് അതിൻ്റെ മാർക്ക് അപ്ഡേറ്റ് ആയുള്ള മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യം. നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയുള്ള മാർക്ക് റിവാലുവേഷൻ്റെയും ഇമ്പ്രൂവ്മെൻറ്റിൻ്റെയും ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി കഴിയും. പക്ഷേ അതിൻ്റെ റിസൾട്ട് വന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. റിവാലുവേഷൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെയും അത് ഈ 30/6/2024 നിങ്ങളുടെ +2 മാർക്ക് സബ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് തന്നിരിക്കുന്നത്. അതിനുള്ളിൽ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെയും റിവാലുവേഷൻ്റെയും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ കഴിയത്തില്ല. കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതി നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്, എൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ആവും എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് എത്രയാണെന്ന് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. കാര്യം ഒരു വാലിഡായുള്ള ഒരു പ്രൂഫ് നമ്മുടെ കയ്യിലില്ല. ഓക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിലവിലുള്ള മാർക്കും സ്കോറും മാത്രമേ ഇപ്പം നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇനി സാധാരണഗതിയിൽ ഏതോ ഒരു വർഷം ഹൈക്കോടതിയിൽ കേസ് വരെ നടന്നു, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ മാർക്ക് ആഡ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കേസൊക്കെ നടന്നപ്പോൾ നമ്മുടെ എൻട്രൻസ് കമ്മീഷണർ എന്ത് ചെയ്തു, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ മാർക്ക് കൂടെ ആഡ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തു. ഓക്കെ. ഓരോ വർഷവും ഇത് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. എൻട്രൻസ് കമ്മീഷണർ ഈ വർഷം ചിലപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ മാർക്ക് ആഡ് ചെയ്യാനുള്ള ഒരു അവസരം കുട്ടികൾക്ക് കൊടുക്കുമായിരിക്കും. പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ടൊക്കെ ഒരുപാട് നീണ്ടു പോവുകയാണെങ്കിൽ നിങ്ങളത് പ്രതീക്ഷിക്കുക വേണ്ട. കോർട്ടിലൊക്കെ പോയി കേസ് നടത്താതെ നിങ്ങൾക്ക് അതിനുള്ള അവസരം കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഏതോ ഒരു വർഷം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ മാർക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർട്ടിൽ കേസൊക്കെ നടന്നപ്പോഴാണ് അങ്ങനെ ഒരു അവസരം കൊടുത്തത്. ഓക്കെ. അപ്പം ഈ ഒരു ഡൗട്ട് നിങ്ങൾക്ക് മാറിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു.